DCB മീഡിയയുടെ ഏറ്റവും പുതിയൊരു ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിലവിൽ മാസം 1600 രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ 2024 വർഷത്തെ മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഗുണഭോക്താക്കൾ ഫീസ് നൽകി മസ്റ്ററിംഗ് നടത്തണം. സർക്കാർ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്ന് അവർക്ക് പെൻഷൻ തുക ലഭിക്കുന്നതുമല്ല. അറിയിപ്പിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള എല്ലാ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമാണ് 2024 മസ്റ്ററിംഗ് പ്രക്രിയ സർക്കാർ നടത്തുന്നത്. കേരളത്തിലെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി 3 മാസമാണ് അനുവദിച്ചിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിക്കും. ജൂൺ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് സമയം അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, വിധവാ പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങി എല്ലാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവരും കൂടാതെ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് തുക എത്തുന്നവരും ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്ന വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തി അതിലൂടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഡാറ്റയുമായി വെരിഫിക്കേഷൻ നടത്തി യഥാർത്ഥ ഗുണഭോക്താവ് അയാളാണെന്ന് തിരിച്ചറിയുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരിച്ചുപോയവരും കേരളത്തിൽ ഇല്ലാത്തവരുമായ ഒട്ടേറെ പേരുടെ പെൻഷൻ മറ്റുള്ള ബന്ധുക്കൾ വാങ്ങുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നവർ എടുക്കുന്നു എന്നിങ്ങനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ മസ്റ്ററിംഗ് നടത്തുന്നത്. ഓരോ തവണ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുമ്പോഴും ലക്ഷത്തിലധികം പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാകുന്നത്. ഇതിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണ ഇനത്തിൽ ലാഭിക്കുവാൻ കഴിയുന്നത്. വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാതെ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിൽ അനർഹരിലേക്ക് പെൻഷൻ തുക പോകാതെ ഇരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അതിനാലാണ് ക്ഷേമ പെൻഷന് സർക്കാർ വാർഷിക മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം, അതായത് 2023 ഏപ്രിൽ മാസത്തിലും സർക്കാർ മസ്റ്ററിംഗ് നടത്തിയിരുന്നു. ഈ വർഷം ആ സമയത്ത് ലോക്സഭാ ഇലക്ഷൻ വന്നതിനാലാണ് ജൂൺ 25 വരെ നീണ്ടത്. അടുത്ത വർഷങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടാകുന്നതാണ്. വർഷത്തിലൊരിക്കൽ മസ്റ്ററിംഗ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ സർക്കാർ പറയുന്ന സമയത്ത് നടത്തേണ്ടി വരും. കഴിഞ്ഞ തവണ നേരിട്ട് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയും വീട്ടിലെത്തി ചെയ്യുന്നതിന് 50 രൂപയുമായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് പിന്നീട് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടി വരും. കിടപ്പു രോഗികളും മറ്റു രോഗബാധിതരുമാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതാണ്. അത് അവസാന ഘട്ടത്തിലായിരിക്കും നടത്തുക. ആദ്യഘട്ടത്തിൽ നേരിട്ടെത്തി ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം ചെയ്യേണ്ടതാണ്. ആധാർ കാർഡാണ് ഇതിന്റെ പ്രധാന രേഖ. ജൂൺ 25 ചൊവ്വാഴ്ചയാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. അതിനാൽ ജൂൺ 25-ന് ശേഷം ഓഗസ്റ്റ് 24-ാം തീയതിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സമയവും സൗകര്യവും അനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പൂർത്തിയാക്കാവുന്നതാണ്. നിലവിൽ 2023 ഡിസംബർ 31 വരെ 1600 രൂപ വീതം അക്കൗണ്ടുകളിലും കൈകളിലും ലഭിക്കുന്ന വ്യക്തികളാണ് ഈ 2024 മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. 2024 ജനുവരി 1-ന് ശേഷമാണ് അപേക്ഷ വെച്ചതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യം താൽക്കാലികമായി നഷ്ടപ്പെടും. അതിനാൽ തന്നെ ഈ 3 മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഈ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതിനാൽ എല്ലാവരും നിർബന്ധമായും ചെയ്യുക. ഇല്ലെങ്കിൽ ആനുകൂല്യം നഷ്ടപ്പെട്ടേക്കാം. ഇനി ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും കുടിശ്ശികയായ പെൻഷൻ ഗഡുക്കൾ അധികം വൈകാതെ തന്നെ തീർക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഈ ആനുകൂല്യം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സെന്ററുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കില്ല. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.